നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഈ ഒരു ഐറ്റം? ഉണ്ടാക്കാൻ നല്ല എളുപ്പവും അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. പലർക്കും അറിയായിരിക്കും നിർവാണ എന്നാണ് ഈ ഒരു ഐറ്റത്തിൻ്റെ പേര്. ഇവിടെ ഒരു ചേട്ടൻ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കഴിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ വീഡിയോസൊക്കെ നോക്കി ഉണ്ടാക്കിയതാണ്. ഈ ഒരു ഫിഷിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. നമ്മൾ പൊള്ളിക്കാനായിട്ട് വാങ്ങിക്കുന്ന ഏത് ഫിഷും ഇതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ചെറുനാരങ്ങ ഇത്ര മാത്രമേ വേണ്ടുള്ളൂ. കാശ്മീരി ചില്ലി പൗഡറും കൂടെ കുറച്ച് ആഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി കളർഫുള്ളാവും. പിന്നെ ഈ ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. രണ്ട് കുരുതിലോട്ട് വീണു, അപ്പോൾ അത് മാറ്റാം കേട്ടോ. ഇനി നന്നായി മിക്സ് ചെയ്തിട്ട് നല്ല വരഞ്ഞ് വെച്ചിട്ടുള്ള മീനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ മസാല നന്നായിട്ട് പിടിക്കാനായിട്ട് എല്ലാ ഭാഗത്തും ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് അങ്ങോട്ട് തേച്ച് കൊടുത്തിട്ട് ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു പാനിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് വീണ്ടും കുക്ക് ചെയ്യുന്നത് കാരണം പകുതി മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ വാഴയില കിട്ടിയത് കാരണം വാഴയിലയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി വാഴയില ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സാധാ ഒരു പാനിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. ആദ്യം വാഴയില ഒന്ന് വാട്ടിയെടുക്കാം. എന്നിട്ട് ഒരു പാനിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫിഷ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ തേങ്ങാപ്പാൽ പാക്കറ്റ് വാങ്ങിയതാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ഫ്രഷ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. തേങ്ങാപ്പാൽ കുറച്ച് അധികം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു തേങ്ങാപ്പാലിലേക്ക് പച്ചമുളക് ഇതുപോലെ കീറിയിട്ട് കൊടുക്കാം. ഇനി കറിവേപ്പില എത്രത്തോളം നമ്മുടെ ഇഷ്ടത്തിന് വെച്ച് കൊടുക്കാം. പിന്നെ ഇഞ്ചി ഇതുപോലെ നീളത്തിൽ നൈസാക്കി കട്ട് ചെയ്തതും കൂടി കുറച്ചധികം ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇങ്ങനെ തൂവി കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടി എരിവിനായിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാ റെസിപ്പീസിൽ ഇതിൽ പച്ചമാങ്ങ കൊത്തി അരിഞ്ഞതും പിന്നെ തേങ്ങാക്കൊത്തും ഇട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അതും വേറെ ലെവൽ ടേസ്റ്റാണെന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. പച്ചമാങ്ങ ഇപ്പോൾ എന്തായാലും ഇവിടെ കിട്ടില്ല, അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്തു. എന്നിട്ട് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി മുകളിലോട്ടായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്താൽ മതി. അപ്പോഴേക്കും സംഭവം സെറ്റാവും. അഭിപ്രായത്തിൽ ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ.